നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമൂഹത്തോടും കൂടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയുടെ എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം ഈശോ മിശിഹാ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുറിച്ച് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പിലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്രീവാമനം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടി സഹിച്ച് അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം ഈശോ മിശിഹാ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുറിച്ച് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവവുമായ അവിശ്വസ്തയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം ഈശോ മിശിഹാ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുറിച്ച് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേയെതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ ഞങ്ങൾ അങ്ങയെ കുറിച്ച് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമിയോൻ എന്ന ഒരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നു കൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ കുരിശ് ചുമക്കുന്നതിന് ശിമിയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച്
ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുറക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കാൻ കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്താനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം ഈശോ മിശിഹ ഓർസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ നോക്കി കരയുന്ന ഓർസലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദിസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താവപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒൻപതാം സ്ഥലം ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാ മരത്തിൻ കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തു തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുളിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11ാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിലവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ തേടുവാൻ മാത്രം ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം ഈശോ മിശിഹാ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യമായ ഈശോയെ, മരത്തിന് മരിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധിയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടു കൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോട് കൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ ശരീരം സ്ലീവായിൽ നിന്നിറക്കി നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും വ്യാകുലതകളും പതിച്ചെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂരിലെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു പറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ കാരുണ്യവാനായ ഈശോയെ, അങ്ങേ ശരീരം കല്ലറയിൽ അടക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങനെ ആയിരിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങേ സ്നേഹിച്ച് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പാവന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം വസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശു മരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്വസ്ത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
മനസ്താവ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. കാകുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. രാജചെങ്കോലേകി വാഴിച്ചു നിങ്ങളെ ഞാൻ എത്ര മാനിച്ചു. എൻ ശിരസിൽ മുൾമുടി ചാർത്തി നിങ്ങളിന്നെൻ ചെന്നിണം തൂകി. കാകുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു, ക്രൂശിലെന്നെ തറച്ചു നിങ്ങൾ. മോക്ഷവാതിൽ തുറക്കാൻ വന്നു, ശിക്ഷയായൻ കൈകൾ ബന്ധിച്ചു. കാകുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. കർത്താവിശംസിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ വലിയ നോയമ്പിനോടനുബന്ധിച്ചുള്ള നമ്മുടെ 40 ദിവസത്തെ ഈ തീർത്ഥയാത്ര എല്ലാ ദിവസവും വൈകിട്ട് 9:20 മുതൽ 10 മണി വരെ കുരിശിന്റെ വഴിയിലൂടെയും ഒപ്പം 40 വ്യത്യസ്തരായ ആളുകൾ, പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും അൽമായരുമെല്ലാം ദൈവവചനം പങ്കുവെച്ച് ആ ഒരു ചിന്തയോടുകൂടി ഉറങ്ങാൻ പോകുന്ന ഈ ഒരു തീർത്ഥയാത്ര ഇന്ന് 24-ാമത്തെ ദിവസത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ 24-ാമത്തെ ദിവസം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, നമുക്കേറെ സ്നേഹ ബഹുമാനപ്പെട്ട അഭിവന്ദ്യ ജോസ് പിതാവാണ്. ഫരീദാബാദ് രൂപതയുടെ സഹായമെത്രാനായ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോസ് പിതാവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ ഒരു ദൈവവചനം സ്വാഗതം ചെയ്യുന്നു. പിതാവേ. ജോസ് പിതാവേ. കേൾക്കാമോ? കേൾക്കാം. പിതാവിനെ ഓക്കെ, പിതാവിനെ കാണാം, കേൾക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, കർത്താവിൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും സ്നേഹപൂർവ്വം ധ്യാനിക്കുന്ന വലിയ നൊയമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നോമ്പുകാല തീർത്ഥയാത്രയിലാണ്. ഈ തീർത്ഥയാത്രയുടെ 24-ാം ദിവസത്തിൽ വന്നു നിൽക്കുമ്പോൾ ഈ 24 ദിവസം വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ നമ്മളെ അനുഗ്രഹിച്ച തമ്പുരാന് നമുക്ക് നന്ദി അർപ്പിക്കാം. തീർത്ഥയാത്രയിൽ കൂടുതൽ അഭിഷേകം ലഭിക്കുവാനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യമാണ്.
യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. ഈ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത ഷിബുവിനും അതുപോലെ സ്റ്റെനിക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് വനിതാ ദിനം ആഘോഷിക്കുകയാണ്. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ സഹോദരിമാർക്കും വനിതാ ദിനത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും സഭയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. തമ്പുരാൻ നിങ്ങളെ കൂടുതലായി നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വനിതാ ദിനത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ സഹോദരിയെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. മഗ്ദലേന മറിയം. മഗ്ദലേന മറിയം വളരെ പ്രത്യേകമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്, സഹോദരിയാണ്. അതിന് 3 കാരണങ്ങൾ ഈ തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. ഒന്നാമതായി, ഉത്ഥിതനായ ഈശോ ആദ്യം പേര് വിളിച്ച ഒരു വ്യക്തിയാണ് മഗ്ദലേന മറിയം. മറിയം എന്ന് ഈശോ വിളിക്കുന്നത് വചനത്തിൽ നമ്മൾ കാണുകയാണ്. രണ്ടാമതായി, ഉത്ഥിതനായ യേശുവിനെ ആദ്യം കണ്ടവള് മഗ്ദലേന മറിയമാണ്. വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. മൂന്നാമത്തേത്, ഉത്ഥിതനായ ഈശോ ആദ്യം മിഷണറിയായിട്ട് അയച്ചത് മഗ്ദലേന മറിയത്തെയാണ്. ഈ 3 കാരണങ്ങളെക്കുറിച്ച് അല്പം ധ്യാനിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യം പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് മഗ്ദലേന മറിയം. ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, ഉത്ഥാനത്തിന് ശേഷവും ഈശോ മറിയത്തെ വ്യക്തിപരമായി അറിയുന്നു എന്നതുകൊണ്ടാണ് ഉത്ഥാനത്തിന് ശേഷം പേര് വിളിച്ച് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഈശോ ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തുവെങ്കിലും ഈശോയ്ക്ക് നമ്മ ഓരോരുത്തരെയും കുറിച്ച് അറിയാം. എപ്പോഴും നമ്മളെ അറിയുന്ന ഒരു തമ്പുരാനാണ് ഈശോ. നമ്മ അറിയുന്ന ആ തമ്പുരാൻ്റെ സ്നേഹം എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ആ തമ്പുരാൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ കഴിയണം. ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മശോധനയ്ക്കായി നമുക്കുള്ളൊരു ചോദ്യം ഇതാണ്: എനിക്ക് ഈശോയെക്കുറിച്ച് അറിയാമോ? ഞാൻ ഈശോയെക്കുറിച്ച് അറിയുന്നുണ്ട്, എനിക്ക് ഒത്തിരിയേറെ അറിയാം. എന്നാൽ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മൾ തീർച്ചയായും എപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് നമുക്കാർക്കും ശക്തമായി അവകാശപ്പെടാൻ സാധിക്കുകയില്ല. ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള ബലഹീനത കൊണ്ടായിരിക്കാം. എന്നാലും നമ്മൾ വ്യക്തമായിട്ടും ഈശോയെ മറക്കുന്നു എന്നുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ഈശോയെ മറക്കുകയാണ്. ഉത്ഥാനത്തിന് ശേഷവും നമ്മളെ ഓർക്കുന്നൊരു ഈശോ ഉണ്ടെങ്കിൽ, ഇന്നും നമ്മോടുകൂടെയുള്ള ഈശോ ഉണ്ടെങ്കിൽ, ആ ഈശോയെ മറക്കുന്ന രീതിയിൽ ചിലപ്പോഴെങ്കിലും പാപം ചെയ്ത് നമ്മൾ ജീവിക്കുന്നുണ്ട്. ഈശോയെ മറക്കുക എന്നുള്ളതാണ് പാപം എന്നതിനർത്ഥം. നമ്മൾ ഈ നോമ്പ് കാലത്തിലായിരിക്കുമ്പോൾ, തീർത്ഥയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ പാപം ചെയ്ത്
ഈശോയെ മറക്കാതിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും ഈശോ എന്ന തിരുനാമം നമ്മുടെ ഉള്ളിൽ ഉരുവിട്ടുകൊണ്ട് ആ ഈശോയുടെ സാന്നിധ്യം അറിയുവാനും അനുഭവിക്കുവാനും ആ ഈശോയുടെ വിളി കേൾക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യം, ഈശോ എപ്പോഴും നമ്മെ അറിയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളെല്ലാം ചെയ്തിട്ട് ഈശോ നമ്മെ അറിയുന്നില്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിരവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും. നമ്മളെല്ലാം ചെയ്തിട്ടും ഈശോ നമ്മെ അറിയുന്നില്ല എന്ന് കേൾക്കുന്നത് വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഈശോ നമ്മളെ അറിയാൻ പറ്റാത്ത രീതിയിൽ പാപകരമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കെപ്പോഴും ഈശോയെ അറിയാൻ കഴിയണം. ഈശോയ്ക്ക് എപ്പോഴും നമ്മളെ അറിയുവാനും നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ പേര് വിളിക്കാനായിട്ടും കഴിയത്തക്ക വിധം പുണ്യപ്പെട്ട ജീവിതം നയിക്കുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രണ്ടാമതായി, മഗ്ദല മറിയം അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയായി മാറുന്നത് ഉദ്ധിതനായ യേശുവിനെ ആദ്യം കണ്ട വ്യക്തിയാണ്. മറിയം യേശുവിനെ കണ്ടെങ്കിലും യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. ഒരു തോട്ടക്കാരനായിട്ട് തെറ്റിദ്ധരിച്ചു. ഇന്ന് ഈശോ പല രൂപത്തിലും നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ആ ഈശോയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഫ്രാൻസിസ് അസീസി ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ചപ്പോൾ കുഷ്ഠരോഗി ഫ്രാൻസിസ് അസീസിയോട് ചോദിച്ചു, അങ്ങേ എന്തിനാണ് എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത്? ഫ്രാൻസിസ് അസീസി പറഞ്ഞു, നിനക്ക് ഈശോയുടെ ഗന്ധമുണ്ട് എന്നാണ് പറഞ്ഞത്. വേദനിക്കുന്നവരിലും ചുറ്റുമുള്ളവരിലും കഷ്ടപ്പെടുന്നവരിലൊക്കെ ഈശോയെ കാണാനുള്ള വലിയൊരു കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന പലരും ഈശോയുടെ ഛായയുള്ളവരാണ്. നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുമ്പോൾ, നിങ്ങൾ ഒരുവന് ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് തരുന്നത്. നിങ്ങൾ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്ന് അന്ത്യദിനത്തിൽ, വിധി ദിനത്തിൽ ഈശോ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ എവിടെയും ഈശോയെ കാണുവാൻ, ഈശോയെ തിരിച്ചറിയുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഗ്ദലന മറിയത്തിന് ഈശോയെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈശോ അവളെ മറിയം എന്ന് വിളിച്ചപ്പോഴാണ്. അത് ഒരു വചനത്തിൻ്റെ അഭിഷേകമായിരുന്നു. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വചനത്തിലൂടെയാണ്, ദൈവത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ്. വചനത്തിൻ്റെ ഒരു അഭിഷേകവും കൃപയും ഉണ്ടെങ്കിലേ എവിടെയും എപ്പോഴും നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലത്ത് നമ്മൾ തിരുവചനം വായിച്ച് ആ തിരുവചനത്തിലൂടെ ഈശോയെ കണ്ടെത്താനുള്ള കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. തിരുവചനം വായിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ എവിടെയും എപ്പോഴും എല്ലാവരിലും ഈശോയെ കാണാനുള്ള വലിയ ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും, ഒരു ആത്മീയ കാഴ്ച നമുക്ക് ലഭിക്കും. അതിനായി പ്രാർത്ഥിക്കാം. താഴെ സുവിശേഷത്തിൽ, സുവിശേഷ ഭാഗ്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. 7 പിശാചുക്കളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഗ്ദലന മറിയം. ഈശോ 7 പിശാചുക്കളെയും പുറത്താക്കിയപ്പോൾ അവൾ പരിശുദ്ധിയായി
പരിശുദ്ധിയായ അവളുടെ ഹൃദയത്തിൽ അവൾക്ക് ഈശോയെ കാണാൻ കഴിഞ്ഞു, ഈശോയെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എപ്പോഴും ഈശോയെ തിരിച്ചറിയുവാനുള്ള വലിയ കൃപയ്ക്കായി ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മൂന്നാമതായി, ഉദ്ധിതനായ ഈശോ ആദ്യം അയച്ച മിഷണറിയാണ് മഗ്ദലേന മറിയം. മഗ്ദലേന മറിയത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഈശോ മറ്റു 12 ശിഷ്യന്മാരെയും അയച്ചപ്പോൾ അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മഗ്ദലേന മറിയത്തെക്കുറിച്ച് പറയുന്നത്, മഗ്ദലേന മറിയം വിശുദ്ധ യോഹന്നാനോടുകൂടെ സുവിശേഷം പ്രഘോഷിച്ചു, എഫേസൂസിൽ വെച്ച് മരണമടഞ്ഞു എന്നാണ്. വേറൊരു പാരമ്പര്യം പറയുന്നത് മഗ്ദലേന മറിയം വടക്കേ ഫ്രാൻസിൽ സുവിശേഷം പ്രഘോഷിച്ചു, അവിടെ മരണമടഞ്ഞു എന്നും പറയുന്നുണ്ട്. എങ്കിലും വചനത്തിൽ നമുക്ക് മഗ്ദലേന മറിയത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും ഈശോ ആദ്യമായി ഒരു സന്ദേശം നൽകി അയക്കുന്നത് മഗ്ദലേന മറിയത്തെയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളൊരു വലിയ സത്യം ശിഷ്യന്മാരെ അറിയിക്കുവാൻ വേണ്ടി മഗ്ദലേന മറിയത്തെ അറിയിക്കുകയാണ്. അത് പറഞ്ഞ് മഗ്ദലേന മറിയത്തെ ഒരു മിഷണറിയായി അയക്കുകയാണ്. മിഷൻ പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടണം. ഈശോയെ കണ്ടവരും ഈശോ കണ്ടവരും ഈശോയെ കേട്ടവരും ഈശോ കേട്ടവരും നല്ലൊരു മിഷണറിയായി എപ്പോഴും ജീവിക്കണം. മിഷൻ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒറ്റ സന്ദേശം ഇത് മാത്രമേ ഉള്ളൂ: ഉദ്ധിതനായ ഈശോ. ഉദ്ധിതനായ ഈശോയെ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക്, എവിടെയായാലും ചുറ്റുമുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ അത് വലിയൊരു മിഷൻ പ്രവർത്തനമായി മാറും. നമുക്ക് പ്രിയങ്കരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഓരോ ക്രിസ്ത്യാനിയും ഉദ്ധിതൻ്റെ ചൈതന്യമുള്ള ക്രിസ്ത്യാനികളായി മാറണം. ക്രിസ്ത്യാനികളായിട്ടുള്ള നിങ്ങളുടെ മുഖം കാണുമ്പോൾ മൃതസംസ്കാരം കഴിഞ്ഞു വരുന്നവരുടെ മുഖം പോലെയല്ല കാണേണ്ടത്. എപ്പോഴും നിങ്ങളെ കാണേണ്ടത് ഉദ്ധിതനായ ഈശോയെ കണ്ട വലിയ ആനന്ദത്തിലാണ് നിങ്ങളെ കാണേണ്ടത്. മഗ്ദലേന മറിയം ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ മുഖത്ത് പ്രകാശമുണ്ടായി, സന്തോഷമുണ്ടായി, വലിയ പ്രതീക്ഷയുണ്ടായി. ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഉദ്ധിതനായ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഈ വലിയ ഒരു ആത്മീയ ആനന്ദമുണ്ടാകണം, മുഖത്ത് പ്രസാദമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, വലിയ പ്രതീക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയണം. അങ്ങനെ ഉദ്ധിതനായ ഈശോയെ കണ്ടവരാണ്, ആ ഉദ്ധിതനായ ഈശോയെ അനുഭവിക്കുന്നവരാണ് എന്ന് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റ രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും മിഷണറിമാരായിട്ട് മാറുകയാണ്. ഈ വനിതാ ദിനത്തിൽ വളരെ അനുഗ്രഹീതയായ ഒരു വനിതയെക്കുറിച്ച്, ഒരു സഹോദരിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം എന്താണ് എന്നുകൂടി നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, അവള് പിശാചിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ച് പരിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വളർന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, അവളുടെ വിശ്വസ്തതയാണ്. ഈശോയെ അറിഞ്ഞപ്പോൾ, പാപമോചനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവര് കുരിശിൻ ചുവട്ടിൽ വരെ ഈശോയെ അനുഗമിച്ചു. ഈശോയുടെ മരണസമയത്തും ആ കുരിശിൻ ചുവട്ടിൽ വിശ്വസ്തയോടുകൂടി മറിയം നിന്നിരുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി, അവളുടെ സമർപ്പണമാണ്. പാപത്തിൽ നിന്നും മോചിച്ച ആ ഈശോയ്ക്ക് തനിക്കുള്ള എല്ലാം സമർപ്പിക്കുവാൻ തയ്യാറായി. വലിയ വിലയേറിയ സുഗന്ധമാണ് അവള് ഈശോയുടെ പാദത്തിൽ പുരട്ടി ഈശോയുടെ മൃതസംസ്കാരത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചത്. എന്നിട്ടും ഈശോയോടുള്ള വലിയ സ്നേഹത്തിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കല്ലറയിൽ ഓടി വന്നതുകൊണ്ടാണ് തീർച്ചയായും മഗ്ദലേന മറിയത്തിന് ഈ വലിയ ഭാഗ്യം ലഭിച്ചത്. നമ്മളെല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് ഈശോയുടെ കല്ലറങ്കിലേക്ക് ഓടുന്നത് പോലെ ഈശോയെ കാണുവാനായിട്ട് നമ്മൾ ഓടുമ്പോൾ തീഷ്ണതയോടുകൂടി, താല്പര്യത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ഓടുമ്പോൾ നമുക്കും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ കഴിയും. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ
നമ്മളെ പേര് വിളിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ഈശോയെ അനുഭവിക്കുവാൻ, ആ ഈശോയെ ചുറ്റുപാടും എപ്പോഴും കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, ആ ഈശോയുടെ നല്ല മിഷണറിമാരായി ജീവിക്കാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഉദ്ധിതനായ ഈശോ നമ്മെ അനുഗ്രഹിക്കും. ഈ നോമ്പ് കാലത്ത് ഈ തീർത്ഥയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പാപകരമായ ജീവിതം നയിച്ച മഗ്ദലന മറിയത്തിന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് ഇടയായത് അവളുടെ വിശുദ്ധിയും വിശ്വസ്തതയും സമർപ്പണവുമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുവാനും, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനും, എപ്പോഴും ഈശോയെക്കുറിച്ച് പറയുവാൻ, ഈശോയെപ്പോലെ പറയുവാനുള്ള വലിയ കൃപയ്ക്കായി ഈ നോമ്പ് കാലത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. പീഡ, സഹനം, മരണം, ഉത്ഥാനത്തിലൂടെ കടന്നുപോയ ഈശോ നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹീതമായ നോമ്പ് കാലം ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെ ഒരു ആശീർവാദം കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നോമ്പ് കാലത്തിലെ ഈ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് വനിതാ ദിനം ആഘോഷിക്കുകയാണ്. ഞങ്ങളെ സഹോദരിമാർ സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും നൽകുന്ന വലിയ സ്നേഹത്തിനും സാഹോദര്യത്തിനും അവരുടെ ശുശ്രൂഷകൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നതോടൊപ്പം ഇവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപിയായ മഗ്ദലന മറിയത്തെ ഒത്തിരിയേറെ അനുഗ്രഹിച്ച് അങ്ങയെ ആദ്യം കാണുവാനും അങ്ങയുടെ സ്വരം കേൾക്കുവാനും അങ്ങയാൽ അയക്കപ്പെടുവാനൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ആ സഹോദരിയെ പോലെ പാപികളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് ഞങ്ങളും അങ്ങേക്ക് പ്രിയപ്പെട്ട മക്കളായി വളരുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും മാറിയൗസേ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെ സംരക്ഷണവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവേ, താങ്ക് യു. പിതാവ് നല്ല തിരക്കിനിടയിലും ഞങ്ങളോട് ഈ ദൈവവചനം, ഇന്ന് പ്രത്യേകിച്ച് വനിതാ ദിനത്തിൽ വനിതയായ സ്ത്രീയെക്കുറിച്ച്, സമർപ്പണത്തെക്കുറിച്ച്, അവളുടെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചൊക്കെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ, ക്രിസ്തുവിൻ്റെ പക്കലേക്ക് തിരിയാൻ, സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ പ്രിയപ്പെട്ട പിതാവിൻ്റെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് ഒരു നിമിഷം പരിതവാദ രൂപതയും അവിടുത്തെ മുഴുവൻ ദൈവജനത്തെയും, ആ ദൈവജനത്തെ നയിക്കുന്ന അഭിവന്ദ പിതാക്കന്മാരെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുക്കാം. പിതാവിൻ്റെ അവിടുത്തെ എല്ലാ ശുശ്രൂഷയെയും എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും എല്ലാം പ്രത്യേകമായിട്ട് കൊടുത്തുകൊണ്ട് നമുക്കൊരു നിമിഷം സ്തുതിച്ച് പിതാവിന് വേണ്ടി, പരിതവാദ രൂപതയ്ക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് അഭിവന്ദ പിതാവിനെ അങ്ങ് നിറയ്ക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. പരിതവാദ രൂപതയെയും അവിടുത്തെ മുഴുവൻ ദൈവജനത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. പിതാവ് ഈ സമയങ്ങളിൽ വന്ന് ഞങ്ങളോട് ദൈവവചനം പങ്കുവെക്കാൻ അങ്ങ് ഇടയാക്കി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ആ പരിതവാദ രൂപതയിലെ ദൈവജനത്തെ നയിക്കാനുള്ള എല്ലാ കൃപാവരും അവിടെ നൽകി അനുഗ്രഹിക്കുന്നതിനായിട്ട് ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ദൈവമേ നന്ദി പറയുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയെയും എല്ലാ പിതാക്കന്മാരെയും എല്ലാ രൂപതകളെയും എല്ലാം ഞങ്ങൾ പ്രത്യേകമായിട്ട് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവെ, ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ ഓരോരുത്തരെയും ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ, ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയും. ജെനിയാണ് പിതാവിനോട് പറഞ്ഞിരുന്നത്. ജെനി ട്രെയിൻ യാത്രയിലാണ്, അതുകൊണ്ട് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പകരക്കാരനായി നിന്നത്. ജെനിയും ഷിജു രണ്ടുപേരും യാത്രയിലാണ്, ട്രെയിനിലാണ്. ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ കൊച്ചു പ്രാർത്ഥന, 10 മണിയായി, കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഒരു പാട്ടുപാടി നമുക്ക് അവസാനിപ്പിക്കാം. ജിയോ ചേട്ടാ.
മൈക്ക് മ്യൂട്ടാണേ. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലാഖി, ഈ ലോകത്തിൽ ദൈവ സ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ എത്തിച്ചേരുവാനും ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപ ചെയ്യണമേ. ആമേൻ. നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ, കണ്ണീരുണ്ണിയാകും ഉണ്ണിയേശു തന്റെ അമ്മയായ മേരി, മേരി ലോകമാതാ, മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയേ, നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര, ആശാപൂരം നീയേ, ആശ്രയതാരം നീയേ, പാരിൻ തായ നീയേ, മേരി ലോകമാതാ. അപ്പോൾ എല്ലാവർക്കും നല്ല ഉറക്കം ആശംസിക്കുന്നു. നാളെ വീണ്ടും നമുക്ക് തീർത്ഥയാത്രയിൽ കാണാം. നമ്മുടെ പരിചയമുള്ളവർക്കൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും നമുക്ക് ചെയ്യാം. അപ്പം എല്ലാവരുടെയും അനുവാദത്തോടെ ലിങ്ക് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്.